നമസ്കാരം. ഞാൻ സുനന്ദ, പണ്ടത്തെ കാർത്തിക. ഞാനിന്ന് ഒരു വ്യക്തിയെയും ആ വ്യക്തിയുടെ ഒരു പുസ്തകത്തെ പറ്റി പറയുവാനുമാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ആ വ്യക്തി എൻ്റെ കോളേജ് മേറ്റായ ശ്രീമതി മേരി ജോസിയുടെ സുഹൃത്തും എൻ്റെ മലയാളം ഗുരുനാഥയായ സിസ്റ്റർ മരിയ ആര്യങ്കലയുടെ സുഹൃത്തും കൂടിയാണ്. സുജ പാറുകണ്ണിൽ. സുജയെ എഴുത്തുകാർക്ക് സുപരിചിതയാണ്. നമ്മൾ സമൂഹത്തിൽ പലതരത്തിലുള്ള വാർത്തകൾ കേൾക്കാറുണ്ടല്ലേ. ദുഃഖവും സന്തോഷവും നിറഞ്ഞ വാർത്തകൾ കേൾക്കാറുണ്ട്. നമ്മളതിലെല്ലാം പങ്കുചേരുകയും ചെയ്യും. ശാന്തമായി ഒഴുകുന്ന പുഴയിൽ കല്ലുകൾ വന്ന് പതിഞ്ഞാൽ അതിൻ്റെ ചലനങ്ങൾക്ക് വ്യതിയാനമുണ്ടാകും. അതുപോലെ വളരെ സന്തോഷകരമായ ഒരു ജീവിതം നയിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു അഭിശപ്ത മുഹൂർത്തത്തിൽ അവരുടെ ജീവിതം അന്ധകാരത്തിലേക്ക് വീഴുന്ന ഒരു കാഴ്ച ഒന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെ ഒരു സഹനശക്തിയുടെയും ക്ഷമയുടെയും ദുഃഖത്തിൻ്റെ എല്ലാം ഒടുവിൽ ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ ഒരു വ്യക്തിയാണ് സുജ. ഐ എം ഷുവർ സുജയ്ക്കത് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സുജയുടെ കൂടെ സുജയുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ, കുടുംബം, ഇവരുടെ എല്ലാം ഇൻ്റർവെൻഷൻ തീർച്ചയായിട്ടും സുജയ്ക്ക് അതൊരു പ്രേരണ ആയിരിക്കണം. അവരുടെ മോട്ടിവേഷൻ, അവരുടെ കോൺഫിഡൻസ്, ഇതെല്ലാം സുജയുടെ ഉള്ളിലത്തെ ഇന്നർ സ്ട്രെങ്ത്തിനെ കൂടുതൽ സ്ട്രോങ്ങർ ആക്കാനും പിന്നെ ഈ യൂണിവേഴ്സിൻ്റെ കോസ്മിക് ഇഫക്റ്റ്, ദൈവത്തിൻ്റെ ഇൻ്റർവെൻഷൻ, ഇതിൻ്റെ എല്ലാം ഒരു അമാൽഗമേഷനാണ് സുജയ്ക്ക് ഈ ഒരു നിലയിൽ നിന്നും ഇത്രയും സുന്ദരമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ പ്രേരണയായത്. ഈ സഹനത്തിൻ്റെ യാത്രയിൽ കൂടി സുജ തിരഞ്ഞെടുത്തത് എഴുത്താണ്. ആ എഴുത്ത് സുജയുടെ ഈ കഷ്ടപ്പാടും ഈ കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ കൂടെ സുജ എഴുതുമ്പോഴും വായിക്കുന്നവർക്ക് അതൊരു പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ഒരു കരുതലും ഒരു തലോടലും കൂടെയാണ് സുജ നമുക്ക് നൽകുന്നത്. നമ്മൾ അറിയാതെ തന്നെ നമുക്കതാണ് സുജ നൽകുന്നത്. സുജ ഈ പുസ്തകത്തിന് മിഴി നനയാതെ എന്നൊരു ശീർഷകമാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഏതൊരു പുസ്തകപ്രേമിയും ഈ പുസ്തകം വായിക്കുമ്പോൾ അവരുടെ മിഴി നനയുക തന്നെ ചെയ്യും. അതുകൊണ്ടാണല്ലോ 2025 അഷിത സ്മാരക പുരസ്കാരം ഈ പുസ്തകത്തിന് ലഭിച്ചത്. ഞാൻ സുജയനെ കണ്ടിട്ടില്ല, പക്ഷേ സുജയായിട്ട് ഞാൻ ഫോണിൽ സംസാരിച്ചു. ആ ഒരു സംസാരത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി സുജ ഇസ് സച്ച് എ വൈബ്രൻറ്റ് എനർജറ്റിക് ലേഡി. ദൈവം തന്ന ജീവൻ്റെ തുടുപ്പ് നിലനിർത്താൻ ഇത്രയും മനസ്സിനെ പാകപ്പെടുത്തി ആ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്ത് സുജ അതിൽ ഒരു വെളിച്ചം കണ്ടെത്തി ആ ഒരു പോസിറ്റീവ് വേ തിരഞ്ഞെടുത്ത് ആണ് നമുക്ക് സുജ ഒരു റോൾ മോഡലായിട്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. സോ ദിസ് ബുക്ക് I am sure it's going to be an eye-opener to many people who have gone through such situations. And അതുകൊണ്ട് I request everybody to buy this book, read this book. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഐ സിൻസിയർലി ഹോപ്പ് ദൈവം സുജയ്ക്ക് കൂടുതൽ ദീർഘായുസ്സും സന്തോഷവും ആരോഗ്യവും നൽകട്ടെ. സുജയുടെ തൂലികയിൽ നിന്ന് ഒരുപാട് പുസ്തകങ്ങൾ ഇനിയും വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സുജ. ആൻഡ് താങ്ക് യു സുജ ഫോർ മേക്കിംഗ് മീ എ പാർട്ട് ഓഫ് ദിസ് ജേർണി. ദിസ് ഈസ് ഗോയിങ് ടു ബി ഒരു പോസിറ്റീവ് നോട്ടാണ് നമ്മൾ സമൂഹത്തിന് നൽകുന്നത്. ഏതൊരു മനുഷ്യനും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടി പാസ് ചെയ്ത് പോയാൽ ദർ ആർ മെനി വേയ്സ് ടു കം ഔട്ട് ഓഫ് ദിസ് സിറ്റുവേഷൻ. അപ്പം അതെല്ലാം ഈ ബുക്കിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആൻഡ് ഐ സിൻസിയർലി ഹോപ്പ് ഇതെല്ലാവർക്കും അതൊരു ഐ ഓപ്പണർ ആകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. സോ താങ്ക് യു സുജ. താങ്ക് യു എവ്രി വൺ. ഗോഡ് ബ്ലെസ് യു ഓൾ. ടേക്ക് കെയർ. ബൈ.